എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ മണാലിക്കടുത്തുള്ള റോത്താൻ പാസിലാണ്. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? നല്ല രസമുണ്ടല്ലേ? കറുപ്പുണ്ട് വെള്ളയുണ്ട്. ചിലയില് കറുപ്പും വെള്ളയുണ്ട്. ആട്ടിടയും പോകുന്നുണ്ടല്ലോ. തണുപ്പായതുകൊണ്ടായിരിക്കും അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റോത്താം പാസിൽ നല്ല തണുപ്പാണ്. ചുറ്റും മഞ്ഞുമലകളും. ഞങ്ങളിപ്പോ അവിടെ തണുപ്പായതുകൊണ്ട് ജാക്കറ്റ്സ് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഗുലാബയിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മളെ ഓൺലൈൻ ടിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് റോത്താം പാസിലേക്ക് കടത്തിവിടുന്ന സ്ഥലം. നമ്മളിപ്പോൾ കാണുന്നത് ഗുലാബയിലേക്കുള്ള ക്യൂ ആണ്. 1-2 മണിക്കൂറായി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ക്യൂ മൂവായി തുടങ്ങി. ട്രാഫിക് റൂൾ തെറ്റിച്ച് ഓവർടേക്ക് ചെയ്ത് പോണ്. ഇതൊരു ചെറിയ റോഡാണ്. ഇങ്ങോട്ട് വരാനുള്ള വണ്ടികൾക്ക് പോവാനുള്ള വഴിയാണത്. ചിലപ്പം വണ്ടികൾ വരും. അങ്ങനെ മൊത്തം ബ്ലോക്ക് ആവും. ഹായ്, സൂപ്പർ സ്ഥലം. അവിടെ മഞ്ഞുമല കാണുന്നില്ലേ? അതാണ് റോത്താം പാസ്. ഒരു സൈഡിൽ വലിയ കൊക്കയാ, ഇപ്പുറത്തെ സൈഡിൽ വലിയ മലകളും. വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോവാൻ. ഫാസ്റ്റിൽ പോയാൽ ചിലപ്പോൾ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ഹായ്, ദേ നദി. ഇതൊരു കുന്നിന്റെ മണ്ടയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് കേട്ടോ. ഈ നദി മുറിച്ചു കിടക്കാനായിട്ടൊരു ചെറിയ പാലമുണ്ട്. ഇവിടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപകടം പിടിച്ച വഴികളാണ് ഇവിടെയൊക്കെ. ഭയങ്കരമായ മണ്ണിടിച്ചിലുണ്ട്. മണ്ണൊക്കെ റോട്ടിലേക്ക് വീണ് കിടക്കുക. ഹായ്, നമ്മളിപ്പോ റോത്താം പാസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ 18ാമത്തെ സംസ്ഥാനമാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. ചൈനയുമായി അതിർത്തി പങ്കുവെക്കുന്നുമുണ്ട്. ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംസ്ഥാനം ഒട്ടേറെ നദികളുടെ ഉദ്ഭവസ്ഥാനം കൂടിയാണ്. സിംല, കുളു, മണാലി എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം മേഖലകളിൽ ഒന്നാണ് റോത്താങ് പാസ്. 5 അടി മുതൽ 20 അടി വരെ ഉയരത്തിലാണ് ഇവിടെ മഞ്ഞുള്ളത്.